ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞൊരു വീഡിയോയിലൂടെ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച്, അത് എഴുതാനുണ്ടായ 4 പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ച്, വിശുദ്ധ വേദപുസ്തകമാണോ പാരമ്പര്യമാണോ ഏതിനെ പിൻചൊല്ലണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശുദ്ധമായി ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് ആ ഒരു വിഷയത്തിൻ്റെ 3-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, വിശുദ്ധ വേദപുസ്തകത്തിലെ തന്നെ ലേഖനങ്ങൾ, അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങൾ എഴുതാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ട് പാരമ്പര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പോകണമോ, നമുക്കിന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാരമ്പര്യമുണ്ടോ, അതായത് വിശുദ്ധ പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ആരാധനക്രമങ്ങളിലും മറ്റ് പല കാര്യങ്ങളിലും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള അനേക മേഖലകളിൽ കടന്നുകൂടിയിരിക്കുന്ന ചില പാരമ്പര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന അന്യ ആരാധനകൾ, ക്രിസ്തീയമല്ലാത്ത ചില മേഖലകൾ എങ്ങനെ വന്നു, അല്ലെങ്കിൽ അത് വിശുദ്ധമാണോ എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് പരിശോധിച്ച് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ലേഖനങ്ങൾ എഴുതാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അക്കാലത്ത് നിലനിന്നിരുന്ന, അല്ലെങ്കിൽ വായ്മൊഴിയായി പറഞ്ഞിരുന്ന ചില പാരമ്പര്യങ്ങളാണ് പല ലേഖനങ്ങളും എഴുതാനായി അപ്പസ്തോലന്മാര് പ്രചോദിപ്പിച്ചത്. 1-ാം നൂറ്റാണ്ടുകളിൽ ജ്ഞാനവാദങ്ങൾ വളരെ ശക്തമായിരുന്നു. ആ ജ്ഞാനവാദത്തിന്റെ ചില കാര്യങ്ങൾ സഭയിൽ കടന്നുകൂടിയപ്പോൾ അത് ശരിയല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞ് അപ്പസ്തോലന്മാർ ലേഖനങ്ങൾ എഴുതിയതായിട്ട് സഭാചരിത്രം നമുക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ചരിത്രങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ നമുക്കറിയാം. എന്നാൽ ഇത് വലിയതായി വാദങ്ങളായിട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ച് കത്തോലിക്കരായതുകൊണ്ട് ഇതൊരു ചരിത്ര പുസ്തകം, തിരുസഭാ ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഡോക്ടർ സേവ്യർ കൂടപ്പുഴ ഈ ഫാദർ വടവാതൂർ സെമിനാരിയിലും പൗരസ്ത്യ വിദ്യാപീഠത്തിലും 1964 മുതൽ 1999 വരെ റെസിഡന്റ് പ്രൊഫസറും, ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടില്, പൂനായില് ജ്ഞാനദീപ വിദ്യാപീഠത്തില്, ഡൽഹിയിലെ വിദ്യാജ്യോതിയില്, ബാംഗ്ലൂരില്, ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 35 വർഷത്തെ ദൈവശാസ്ത്ര കലാലയങ്ങളിലും വൈദിക പരിശീലന കേന്ദ്രങ്ങളിലും പ്രൊഫസറായിട്ടും പല പദവികളിൽ വളരെ ശക്തമായി മുന്നോട്ട് പോയ ഒരു പുരോഹിതനാണ് ഇദ്ദേഹം. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പ്രത്യേകിച്ച് റോമിൽ പഠിക്കുകയും ശക്തമായി ദൈവശാസ്ത്രത്തിൽ ഒത്തിരി റിസർച്ചുകൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ വൈദിക പട്ടം പോലും സ്വീകരിച്ചത് 1960 ഡിസംബർ 21 റോമിൽ വെച്ചായിരുന്നു. ശക്തമായ രീതിയിൽ ഇത് പഠിക്കുകയും ഒത്തിരി റിസർച്ചുകൾ നടത്തുകയും ചെയ്ത ഡോക്ടർ സേവ്യർ കൂടപ്പുഴ അച്ഛൻ എഴുതിയിരിക്കുന്ന തിരുസഭ ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും അതിൻ്റെ 130-ാമത്തെ പേജിൽ എഫേസ്യ ലേഖനം, കൊളോസ്യ ലേഖനം, ഫിലമോൻ ലേഖനം, ഈ ലേഖനങ്ങൾ എഴുതാനുണ്ടായ കാരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. തത്വശാസ്ത്രജ്ഞന്മാരുടെയും താർക്കിക വിദ്വാൻമാരുടെയും വ്യാജ ഉപദേഷ്ടാക്കളുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കാനും ഉപദേശിക്കുന്നു ഈ ലേഖനങ്ങൾ. അതായിരുന്നു ഈ ലേഖനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം. വീണ്ടും അദ്ദേഹം പറയുന്നത് കാതോലിക ലേഖനങ്ങളെ കുറിച്ച്, അതിൽ തന്നെ യോഹന്നാന്റെ ലേഖനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുക. 131-ാമത്തെ പേജിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: മിശിഹായുടെ ദൈവത്വത്തെ നിഷേധിച്ച ചെറിൻതൂസിന് എതിരായും, ചെറിൻതൂസ് എന്നൊരു വ്യക്തിക്ക് എതിരായും, മിശിഹാക്ക് സാക്ഷാൽ മനുഷ്യ ശരീരം ഇല്ലായിരുന്നുവെന്ന് വാദിച്ച, എങ്ങനെ വാദിച്ച? വായ്മൊഴിയായി അന്നത്തെ സഭകളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച അദ്ദേഹത്തിന്റെ പഠനങ്ങൾക്കെതിരെ ബസീലിദേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പഠനങ്ങൾക്കെതിരായും യോഹന്നാൻ മുഖ്യമായും തൻ്റെ ലേഖനങ്ങൾ, പ്രത്യേകിച്ച് 1-ാം ലേഖനം എഴുതിയത്. സത്യവിശ്വാസത്തിൽ ക്രിസ്ത്യാനികളെ ഉറപ്പിച്ചു നിൽക്കുകയാണ് ലേഖനങ്ങളുടെ എല്ലാം ലക്ഷ്യം. വീണ്ടും പറയുകയാണ്, ഇത് എഫേസസിൽ വെച്ചാണ് എഴുതിയത്. പാഷണ്ഡതകളെ എതിർക്കുകയാണ് വിശുദ്ധ യൂദായുടെ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് AD 70 എഴുതിയതാണ്. ഇങ്ങനെ മിക്ക ലേഖനങ്ങളുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം പാഷണ്ഡതകൾ, അതായത് ഈ പാഷണ്ഡതകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കടന്നു വന്നത്? എല്ലാ പാഷണ്ഡതകളും സഭയിലേക്ക് കടന്നു വന്നത് വായ്മൊഴിയായിട്ടാണ്. അവിടെ വലിയ ആളുകൾ, ഒത്തിരി ആളുകൾ സഭയെ ദുഷിപ്പിക്കാൻ, നശിപ്പിക്കാൻ, ക്രിസ്തുവിന്റെ പഠനങ്ങളെ, ദൈവം നമുക്ക് നൽകിയ വളരെ വിലപ്പെട്ട മുത്തുകളെ തട്ടിത്തെറിപ്പിക്കാൻ സാത്താൻ ചില വ്യക്തികളിലൂടെ പഠിപ്പിക്കുന്ന രീതികളുണ്ടായിരുന്നു. അങ്ങനെ വാമൊഴിയായ ഒരു പാരമ്പര്യ രീതിയിൽ ഇത് കടന്നു വന്നപ്പോൾ എന്തു ചെയ്തു? അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് അപ്പസ്തോലന്മാർ ലേഖനങ്ങൾ എഴുതി. വീണ്ടും അതിന്റെ അടുത്ത പാരഗ്രാഫിൽ പറയുകയാണ്, 3 ലേഖനങ്ങൾ യോഹന്നാന്റെ പേരിലുണ്ട്. 3-ാമത്തേതായിരിക്കണം ആദ്യം വിരചിതമായത്. മനുഷ്യാവതാരത്തെ നിഷേധിക്കുന്നവരെ ഉദ്ദേശിച്ച് എഴുതിയതാണ്
പ്രത്യേകമായും 2-ാം ലേഖനം. ഞാൻ കൃത്യമായി വചനം വെച്ച് പറഞ്ഞു. യോഹന്നാന്റെ 2-ാം ലേഖനത്തിൽ വ്യക്തമായി തന്നെ 4-ാം അധ്യായത്തിൽ പറയുന്നു, യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നും, മറ്റേത് സാത്താന്റെ അന്തിക്രിസ്തുവിന്റെ ആത്മാവാണെന്ന് യോഹന്നാൻ പച്ചയ്ക്ക് ലേഖനങ്ങളിൽ എഴുതി വെച്ചു. അതിൻ്റെ പശ്ചാത്തലം ഇവിടെ പറയുകയാണ്. പാഷണ്ഡികൾ സഭയിൽ കടന്നുകൂടി തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അത് വായ്മൊഴിയായി പകർന്നു പോകുമ്പോൾ അത് വലിയ തകർച്ചയാകും, സഭയ്ക്ക് അത് വലിയ കോട്ടമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ അപ്പസ്തോലന്മാർ എന്ത് ചെയ്തു? ശക്തമായി അതിനെ എതിർക്കുന്ന ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് അവരുടെ വലിയ ആ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ അധ്വാനം അവിടെ കാണുകയാണ്. അതാണെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ലഭിച്ചിരിക്കുന്ന പല ലേഖനങ്ങളും എന്ന് ഞാൻ മാത്രം പറഞ്ഞതല്ല, വിശുദ്ധ വേദപുസ്തകം നമുക്ക് തെളിവ് തന്നത് മാത്രമല്ല, ചരിത്ര പുസ്തകങ്ങളും കത്തോലിക്ക പഠനങ്ങളും നമ്മുടെ മുൻപിൽ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. പ്രിയം, വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവസാനിച്ചോ? ഇങ്ങനെ കുറച്ച് വ്യക്തികൾ വായ്മൊഴിയായി ചില പാരമ്പര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പസ്തോലന്മാർ ലേഖനങ്ങൾ എഴുതി അതോടുകൂടി എല്ലാ പാഷണ്ഡതകളും അവസാനിച്ചു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് വലിയ അബദ്ധമാണ്. ഒരിക്കലും സംഭവിച്ചില്ല. വീണ്ടും പാഷണ്ഡികൾ അതിനെതിരെ ശക്തമായ ഒരു സെക്കൻഡ് സ്റ്റേജ് സ്ട്രൈക്ക് തന്നെ നടത്തുകയുണ്ടായി. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ലേഖനങ്ങൾ ആധികാരികതയുണ്ട് എന്ന് മനസ്സിലാക്കി വിശ്വാസികൾ മുഴുവൻ ഈ ലേഖനങ്ങളുടെ പിന്നാലെ പോയി പാഷണ്ഡികളിൽ നിന്നും മാറിപ്പോയി കഴിഞ്ഞപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ 2-3 നൂറ്റാണ്ടുകളിൽ 4-ാം നൂറ്റാണ്ടുകളിലൊക്കെ പാഷണ്ഡികൾ പല ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. ഇത് ഞാൻ പറഞ്ഞതല്ല. ഈ ലേഖനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് വെളിപ്പാട് നൽകുന്നത് ഇതേ പുസ്തകം തന്നെ. നമ്മൾ പേജ് നമ്പർ 86, 87, 88 പേജുകളിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അനേക സുവിശേഷങ്ങൾ തന്നെ, അതായത് എബ്രായ സുവിശേഷങ്ങൾ, പത്രോസിന്റെ സുവിശേഷം, നിക്കദേമോസിന്റെ സുവിശേഷം, ഇങ്ങനെ പല വിധത്തിലുള്ള സുവിശേഷങ്ങൾ, ബർനാബാസിന്റെ സുവിശേഷം, അങ്ങനെ പലവിധ സുവിശേഷങ്ങൾ, തോമസ് ലീഹയുടെ ഈ സുവിശേഷങ്ങളെല്ലാം എഴുതുമ്പോൾ അപ്പസ്തോലന്മാരുടെ പേരുകൾ, ഇതിനൊരു ആധികാരികത ഉണ്ടാകാൻ അപ്പസ്തോലന്മാരുടെ പേരുകൾ തന്നെ 3-4 നൂറ്റാണ്ടുകളിൽ, അതായത് അപ്പസ്തോലന്മാർ മരിച്ച് ദൈവസന്നിധിയിലെത്തി അനേക വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അവരുടെ പേരുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തിന്മ വീണ്ടും ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. ഇത് വളരെ ചെറിയ തോതിലല്ല ഇത് വളർന്നു വന്നത്. ഈ സഭയിൽ ആകെ പല രീതിയിൽ പല പുരോഹിതരിലൂടെ തന്നെയാണ് ഇത് വളർന്നു വന്നത്. നമുക്കറിയാം, ആദിമസഭ നേരിട്ട വലിയൊരു പാഷണ്ഡതയായിരുന്നു ആര്യനിസം എന്ന് പറയുന്ന ഒരു പാഷണ്ഡത. അതൊരു വൈദികൻ തന്നെ, ഒരു മെത്രാൻ തന്നെയായിരുന്നു. അതായത് നമ്മുടെ സഭയിലുണ്ടായിരുന്ന ഒരു മെത്രാൻ തന്നെ വലിയ പാഷണ്ഡതകൾ, അത് ഒത്തിരി കാലം ശക്തമായി നിന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ പുരോഹിതരുണ്ടായിരുന്നു, ഒരു വലിയ ശക്തി തന്നെ ഉണ്ടായിരുന്നു. സെന്റ് അഗസ്തീനോസും അങ്ങനെയുള്ള ശക്തരായ സുവിശേഷകര്, ശക്തരായ ആദിമസഭാ പിതാക്കന്മാര് ആശയം കൊണ്ട് അതിനെല്ലാം നേരിട്ടു. അവരുടെ ലെറ്ററുകൾ കൊണ്ട്, അവരുടെ ലേഖനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ കൊണ്ടൊക്കെ ശക്തമായി അതിനെ നേരിട്ടു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇവർ ഇത്തരം ലേഖനങ്ങളും സുവിശേഷങ്ങളും പുസ്തകങ്ങളൊക്കെ എഴുതിയപ്പോൾ സഭ തന്നെ കൺഫ്യൂസ്ഡായി. അതായത് വിശ്വാസ സമൂഹം തന്നെ അത് കൺഫ്യൂഷൻ ആകുന്ന ഒരു സ്റ്റേറ്റിലേക്ക് ഇത് എത്തുകയുണ്ടായി. നമ്മൾ ആ സുവിശേഷങ്ങൾ, ഞാൻ പറഞ്ഞു, എബ്രായ സുവിശേഷം ഉണ്ടായിരുന്നു, പത്രോസിന്റെ സുവിശേഷം ഉണ്ടായിരുന്നു, നിക്കദേമോസിന്റെ സുവിശേഷം ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് സഭാപണ്ഡിതനായ ഡോക്ടർ സേവർ കൂടപ്പുഴ അദ്ദേഹത്തിന്റെ ഈ തിരുസഭാ ചരിത്രം എന്ന പുസ്തകത്തിന്റെ 87-ാമത്തെ പേജിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: സുവിശേഷങ്ങളെ അനുകരിച്ച് ജ്ഞാനവാദികൾ പ്രത്യേക ലക്ഷ്യത്തോടെ എഴുതിയതാണ് പത്രോസിന്റെ സുവിശേഷം. സെറാപ്പിയോൻ 190 ഇതിന്റെ നോയിസ്റ്റിക് കൃതി തിരസ്കരിച്ചതാണ്. വിശുദ്ധ ജെറോം ഇത് പ്രസ്താവിക്കുന്നു. അതായത് വളരെ ശക്തമായി ജെറോം ഇതിനെതിരെ വാക്കുകൾ കൊണ്ട്, ആശയം കൊണ്ട് എതിർക്കുകയുണ്ടായി. കാരണം ഇത് എഴുതിയത് ആരായിരുന്നു? ജ്ഞാനവാദികളായിരുന്നു ഇതിൻ്റെ എഴുത്തിൻ്റെ പിന്നാലെ വന്നത്. അല്ലെങ്കിൽ ഇത് സുവിശേഷം എഴുതിയതുപോലെ തന്നെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ. അതായത് നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യം വാമൊഴിയായി പാരമ്പര്യങ്ങൾ വന്നു. അതിന് ശക്തമായ പ്രതികൂലങ്ങൾ ഉണ്ടായപ്പോൾ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിൽ പ്രബോധിതരായി അവർ അത് എഴുതാൻ തുടങ്ങി. സുവിശേഷങ്ങളും ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളും എഴുതി ദൈവസഭയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സെക്കൻഡ് സ്റ്റേജ് സ്ട്രൈക്ക് എന്ന രീതിയിൽ ജ്ഞാനവാദികളും ഇങ്ങനെയുള്ള പാഷണ്ഡികളും എന്ത് ചെയ്തു? ലേഖനങ്ങളും സുവിശേഷങ്ങളും, എന്തിന്, അപ്പസ്തോലന്മാരുടെ നടപടികൾ വരെ അവർ എഴുതി കൂട്ടാൻ തുടങ്ങി. ഇങ്ങനെ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശക്തമായ രീതിയിൽ അവർ പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാർക്ക് ഒരു കൃത്യമായൊരു കാനോൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു അത്യാവശ്യ ഘട്ടമായി വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. കാനോൻ എന്ന് പറയുന്ന കാര്യം പാരമ്പര്യമാണ് നമ്മൾ നമുക്കൊരിക്കലും ഒരു കാനോണിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ,
ഈ പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. അതായത് ഒരു കാനോൺ നിർണ്ണയിക്കപ്പെടേണ്ടി വന്ന ആവശ്യകത എന്തായിരുന്നു? സുവിശേഷങ്ങൾ, 4 സുവിശേഷങ്ങളും അപ്പസ്തോല പ്രവൃത്തിയും ലേഖനങ്ങളും, അങ്ങനെ കൃത്യമായ ഒരു പുസ്തകങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിരുന്നതെങ്കിൽ, കൃത്യമായ ഒരു വാമൊഴി, വ്യക്തമായ സത്യമായ ഒരു പാരമ്പര്യം മാത്രമാണ് നമുക്ക് ലഭിച്ചിരുന്നതെങ്കിൽ, നമുക്കൊരു കാനോണിന്റെ ആവശ്യം, അതായത് ഇതാണ് ആധികാരികം, ഈ 27 പുസ്തകമാണ് അപ്പസ്തോലന്മാർ നമുക്ക് നൽകിയത് എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന സഭാപിതാക്കന്മാർ ഒരു കാര്യം തീരുമാനിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ലായിരുന്നു. എന്താണ് അതിന്റെ ആവശ്യം വന്നതിന്റെ കാരണം? ഇത്തരം നോയിസ്റ്റിക് പ്രസ്ഥാനക്കാരുടെ, പാഷണ്ഡികളുടെ ലേഖനങ്ങളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിന്റെ പുറത്താണ് നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിലിരുന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വിശുദ്ധമായ പാരമ്പര്യമുണ്ട്, ആ പാരമ്പര്യം തലമുറ മാറി തലമുറ മാറി തലമുറ മാറി ഇന്ന് കൈവന്നിരിക്കുന്നു എന്ന്. അപ്പൊ തലമുറ മാറി കൈവന്നപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഈ സഭ നേരിട്ടു, ഇതിനെ പരിശുദ്ധാത്മാവ് ഏതൊക്കെ രീതിയിൽ സഭയുടെ വിശുദ്ധരായ പിതാക്കന്മാരിലൂടെ, വിശുദ്ധരായ ആളുകളിലൂടെ അതിനെല്ലാം നേരിട്ടു എന്ന് ഒരു വ്യക്തി അറിയാതിരുന്നു കൊണ്ടാണ് ഈ യൂട്യൂബിൽ നമ്മൾ ഓരോ ക്ലാസ് ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് മണ്ടനെന്നും പൊട്ടനെന്നൊക്കെ വിളിച്ച് വലിയ ആളാവാൻ നോക്കുന്നത്. ഒരാത്മാവെങ്കിലും സത്യം തിരിച്ചറിയണം, അന്യ ആരാധനയുടെ പിന്നാലെ പോകാതിരിക്കണം, തിന്മയുടെ പിന്നാലെ പോകാതിരിക്കണം, സഭ എന്ന് പറയുന്ന പല നുണകളുടെയും പിന്നാലെ പോകാതെ വിശുദ്ധമായ പാരമ്പര്യം ഈ വിശുദ്ധ വേദപുസ്തകം തരുന്നതല്ലാതെ മറ്റൊന്നില്ല എന്ന് തിരിച്ചറിയാൻ ഒരാത്മാവെങ്കിലും സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ സന്തോഷവാനായി. പ്രിയമുള്ളവരെ, ഈ പുസ്തകം വീണ്ടും പറയുകയാണ് ചില ലേഖനങ്ങളെക്കുറിച്ച്, പ്രത്യേകമായിട്ട് തോമായുടെ ലേഖനം. ജ്ഞാനവാദികളുടെ ഇടയിൽ രൂപം കൊണ്ടൊരു കൃതിയാണിത്. പുതിയ നിയമത്തിൽ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവരുടെ പേരിലുള്ള ആകെ 4 സുവിശേഷങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും തോമായുടെ സുവിശേഷം മാനിക്കേയരുടെ കൃതിയാണെന്നും തന്മൂലം ഉപയോഗിക്കരുതെന്നും ജെറുസലേമിലെ വിശുദ്ധ സിറിൽ പ്രസ്താവിക്കുന്നു. ഇങ്ങനെ വിശുദ്ധർ വ്യക്തമായിട്ട് പറയുന്നു ഇതൊന്നും ഉപയോഗിക്കരുത്. ഇത് ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇത് ജ്ഞാനവാദികൾ എഴുതി കൂട്ടിയതാണ്, അപ്പൊ അവരുടെ സെക്കൻഡ് സ്ട്രൈക്കാണിത് എന്ന് അവർ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, വാമൊഴിയായി വന്നൊരു പാരമ്പര്യത്തെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? കാരണം ഇത്രയധികം തിന്മകൾ ഇതിൻ്റെ ഇടയിൽ വന്നു. ഇതിനെ ശക്തമായി നേരിട്ടത് ഒരു വാക്കുകൊണ്ടല്ല, അവരുടെ ലെറ്ററുകൾ കൊണ്ട്, അവരുടെ എഴുത്തുകൊണ്ട് നേരിടാൻ സാധിച്ചു. അങ്ങനെ എഴുത്തുകൊണ്ട് നേരിട്ടത് കൊണ്ടാണ് ഇന്നൊരു വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കയ്യിലുള്ളത് എന്നുകൂടി ശ്രദ്ധിക്കണം. വീണ്ടും ശക്തമായി അവർ മറ്റൊരു പുസ്തകം, പ്രത്യേകിച്ച് ബർനാബാസിന്റെ സുവിശേഷം, ഇത് പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ വയ്യ. സത്യത്തിൽ ഞാനിത് പറയണോ വേണ്ടെന്ന് പല പ്രാവശ്യം ചിന്തിച്ചു നോക്കിയതാണ്. കാരണം ഈ ബർനാബാസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഇത് 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടൊരു സുവിശേഷമാണ്. അതായത് യേശു ക്രിസ്തുവിനും 1400 വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ടൊരു സുവിശേഷമാണ്. ഇത് എഴുതിയതാകട്ടെ യേശു ക്രിസ്തുവിന് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷം അറബി നാട്ടിൽ വന്ന ഒരു അറബിയെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരു അറബി എഴുതിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകമാണ് ദൈവം യേശു ക്രിസ്തു നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയുടെ താഴെ ഒരുത്തൻ കമൻ്റ് ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ കമൻറ്റ് ഞാൻ ഇഗ്നോർ ചെയ്തതാണ്, പക്ഷേ അതിൻ്റെ മേലെ 2-3 കമൻറ്റുകൾ വേറെ രീതിയിലും വന്നതുകൊണ്ട് ഇത് പറയാതിരിക്കുക വയ്യ. എൻ്റെ ചോദ്യം ഇതാണ്, ഈ പൊന്നിരിക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? കാര്യം എല്ലാ മുസ്ലിം സഹോദരങ്ങളും ക്രിസ്തുവിനെ അറിയണം, സത്യദൈവത്തെ അറിയണം, നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ കമൻ്റ് ഇടുന്ന ചേട്ടന്മാരോട് എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, 14-ാം നൂറ്റാണ്ടിൽ വന്ന ഏതെങ്കിലും ഒരു അറബി പറയുന്നത് കേട്ടിട്ടല്ല വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആധികാരികതയും യേശുവിന്റെ ദൈവത്വവും ഞങ്ങൾ തിരിച്ചറിയുന്നത്. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാർ എഴുതി തന്ന ശക്തമായ സുവിശേഷങ്ങളും ദൈവവചനവും ഞങ്ങളുടെ കൂടെയുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ വന്ന ഒരു അറബിയുടെ ഉപദേശം തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട. മാത്രമല്ല ഇനി 14-ാം നൂറ്റാണ്ടിൽ വന്ന ബർനാബാസിന്റെ സുവിശേഷമാണ് ശരിയെന്ന് താങ്കൾക്ക് ഇനിയും വാദമുണ്ടെങ്കിൽ തീർച്ചയായും ഇനിയും കമന്റ് ഇടണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? 6-ാം നൂറ്റാണ്ടിലെ അദ്ദേഹത്തിന്റെ പഠനങ്ങളെ ഞങ്ങൾ വിശകലനം ചെയ്യും. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങളുടെ പ്രവാചകനും നിങ്ങളുടെ ദൈവവും ചിലപ്പോൾ എയറിൽ കയറും. ഇപ്പൊ തന്നെ അദ്ദേഹം എയറിലാണ്. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ അതിലേക്ക് തിരിക്കരുത് എന്നുള്ളൊരു വിനീതമായ അപേക്ഷയുണ്ട്. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിനീതമായ ആഗ്രഹം. എന്തുമാകട്ടെ, നമ്മൾ ഈ ബർനാബാസിന്റെ സുവിശേഷം 14-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണെന്ന് വ്യക്തമാണ്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് ഇങ്ങനെയായിരുന്നു. അതായത് അപ്പസ്തോലന്മാർ വാമൊഴിയായി തങ്ങളുടെ സുവിശേഷം പറയാൻ തുടങ്ങി. ആ സുവിശേഷം പറഞ്ഞ് അപ്പസ്തോലന്മാർക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സുവിശേഷം എഴുതപ്പെടേണ്ടി വന്നു. ആ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന വാമൊഴിയായി പാരമ്പര്യമായി വന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവിടെ ആളുകളിലൂടെ, ചില വ്യക്തികളിലൂടെ, പ്രത്യേകിച്ച് ചില മെത്രാന്മാരിലൂടെ, ചില പുരോഹിതരിലൂടെ തന്നെ
അവിടെ തെറ്റായ വശങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പസ്തോലന്മാർക്ക് ലേഖനങ്ങൾ എഴുതി ഇതാണ് ആധികാരികമെന്ന് ലോകത്തിന് വെളിപ്പെടുത്തേണ്ട, സഭയ്ക്ക് വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോഴാകട്ടെ ഈ പറയുന്ന പാഷണ്ഡികൾ അവർ തന്നെ അപ്പസ്തോലന്മാരുടെ പേരിൽ പോലും ലേഖനങ്ങൾ എഴുതുന്ന ഒരവസ്ഥയുണ്ടായി. അതിനെതിരെ ഒരു കാനോൺ, കൃത്യമായി ഇതാണ് ആധികാരികം എന്ന് വിശുദ്ധർക്ക് പറയേണ്ട ഒരവസ്ഥയുണ്ടായി. എൻ്റെ ചോദ്യം ഇതാണ്, ഇന്ന് വിശുദ്ധ പാരമ്പര്യമുണ്ട് എന്ന് പറയുന്ന, വിശുദ്ധ പാരമ്പര്യമാണ് ഞങ്ങൾ ഈ കൊണ്ടു നടക്കുന്ന സകല ആചാരങ്ങളും, പ്രത്യേകിച്ച് ഈ പറയുന്ന അനാവശ്യമായ മരിയ വണക്കങ്ങളാകട്ടെ, അനാവശ്യമായ വിഗ്രഹ ആരാധനകളാകട്ടെ, ചില പെരുന്നാളുകളാകട്ടെ, ചില തെറ്റായ ആരാധന രീതികളാകട്ടെ, ഇതെല്ലാം തന്നെ ഞങ്ങളുടെ വിശുദ്ധ പാരമ്പര്യമാണ് എന്ന് പറയുന്ന എല്ലാ സഭകളോടും, പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ ഇത് നടമാടിക്കൊണ്ടിരിക്കുന്ന റോമൻ സഭകളും ലാറ്റിൻ സഭകളും ഇങ്ങനെയുള്ള സഭകളിൽ നടക്കുന്ന അനേകമായ ഇത്തരം ആരാധന രീതികൾ, ഞാൻ അടങ്ങുന്ന കത്തോലിക്ക സഭയിൽ നടക്കുന്ന ഇത്തരം ആരാധന രീതികൾ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന എല്ലാ വ്യക്തികളോടും എൻ്റെ ചോദ്യം ഇതാണ്, എഴുതപ്പെട്ട സുവിശേഷങ്ങൾക്കും ലേഖനങ്ങൾക്കും അപ്പസ്തോലന്മാരുടെ നടപടിക്കും വെളിപ്പാട് പുസ്തകത്തിനും ഒരു കാനോൺ തീരുമാനിക്കേണ്ടി വന്നെങ്കിൽ, അതായത് ഇന്നും രേഖകളായി നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങൾക്ക് ഇതാണ് ശരിയെന്ന് പറയേണ്ടി വന്നെങ്കിൽ, വാമൊഴിയായി വന്ന പാരമ്പര്യത്തിന് ആരാണ് കാനോൺ തീരുമാനിച്ചത്? വാമൊഴിയായി വന്ന പാരമ്പര്യത്തിന് എങ്ങനെയാണ് കാനോൺ തീരുമാനിക്കാൻ കഴിയുന്നത്? എൻ്റെ ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. അതായത് വാമൊഴിയായി ഇങ്ങനെ പറഞ്ഞ് തലമുറ കൈമാറി ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക്, അതിൽ നിന്നും അടുത്തതിലേക്ക്, അതിൽ നിന്നും അടുത്തതിലേക്ക് ഇങ്ങനെ കൈമാറി പോകുന്നതിന് എങ്ങനെ ഒരു ആധികാരികത, എങ്ങനെ ഒരു കാനോൺ തീരുമാനിക്കും? നമുക്ക് പറയണമല്ലോ ഇതാണ് ആധികാരികം, ഈ പാരമ്പര്യമാണ് വിശുദ്ധം എന്ന് പറയാൻ എങ്ങനെ സാധിക്കും? നമുക്കറിയാം ഇത് അസാധ്യം. അതായത് വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ, ആകാശത്തിന് പെയിന്റ് അടിക്കാൻ സാധിക്കുന്നത് പോലെയാണ് ഈ വിശുദ്ധ പാരമ്പര്യങ്ങൾക്ക് ഒരു കാനോൺ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഡെഫിനിഷൻ പറയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പസ്തോലന്മാർക്ക് വ്യക്തമാണ് ഇങ്ങനൊരു സംഭവമില്ല, ദൈവത്തിനറിയാം ഇങ്ങനൊരു സംഭവമില്ല. നമുക്ക് പണസമ്പാദനത്തിന് വേണ്ടിയിട്ട്, വിശുദ്ധ ജനത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ പാരമ്പര്യം എന്ന് പറഞ്ഞ് ഇന്നും ഈ 2025 ജനത്തെ വഴിതെറ്റിക്കുന്ന നേതാക്കന്മാരോട് ഞാൻ പറയുക, ദൈവത്തെ ഓർത്ത് ഈ ഒരു തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ദൈവത്തെ ഓർത്ത് ഇതിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. കാരണം അല്ലെങ്കിൽ ഒരു ദിവസമുണ്ട്, കർത്താവ് ചോദിക്കുന്ന ഒരു ദിനമുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകമല്ലാതെ മറ്റൊരു സത്യമില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ എല്ലാവർക്കും ശക്തി പകരട്ടെ. ദൈവം അതിനുള്ള കൃപ നൽകട്ടെ. ആയിരിക്കുന്ന സഭയിൽ തന്നെ നിന്നുകൊണ്ട് ഒരു വിശുദ്ധീകരണം, ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വിഷയമായി നാളെ വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ആമേൻ.